എടാ അമ്മാവൻ നിന്റെ മുറി കിടന്നോട്ടെ. എന്റെ മുറിയിലോ? പിന്നല്ലാതെ. ഈ വീട്ടിലാകെ 2 ബെഡ്റൂമല്ലേ ഉള്ളൂ. ഒന്നില് ഞാനും ഇവളും കിടക്കുകയല്ലേ. അപ്പൊ പിന്നെ നിന്റെ ബെഡ്റൂമിലല്ലേ കിടക്കാൻ പറ്റൂ? ഏയ് അതൊന്നും ശരിയാവില്ല. അതെന്താ മോനെ, ഞാൻ നിന്റെ മുറി കയറുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അതല്ല മാവ, അവിടെ സൗകര്യമൊക്കെ വളരെ കുറവാ. ഒരു AC പോലും ഇല്ല. അതിന് ഞങ്ങളുടെ വീട്ടിൽ AC ഇല്ലല്ലോ. ആണല്ലേ? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ചു കൂട്ടണ്ട. അമ്മാവൻ അവിടെ ഒരു സൗകര്യക്കുറവും ഉണ്ടാവില്ല. ചേട്ടൻ കഴിക്കും. ഒന്നുകൂടെ മതി മതി മതി. അമ്മാവ, ആ മുറിയിൽ ഭയങ്കര ഉഷ്ണമാ. കല്യാണം കഴിഞ്ഞ എന്റെ മോളും താമസിക്കേണ്ട മുറിയല്ലേ, അതിന്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ഇവൻ പറയുന്ന ഒന്നും ഏട്ടൻ കാര്യാക്കണ്ട. ഏട്ടൻ വേഗം കഴിച്ചിട്ട് കൈ കഴുകാൻ നോക്കൂ. നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. അമ്മാവ നിന്നേ. എന്താ മോനെ? അമ്മാവൻ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനെ നഷ്ടപ്പെട്ട് ഈ കുടുംബം പതറി നിൽക്കുമ്പോഴാ അമ്മാവൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് എത്തിയത്. അത് മരിച്ചാലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതിന്റെ കടപ്പാട് ഈ കുടുംബത്തിന് എന്നും അമ്മാവനോടുണ്ടാവും. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇതിനാണോടാ ഇങ്ങനെ ഒച്ച വെച്ചത്? ഞാൻ എന്തിനാണെന്ന് പേടിച്ചുപോയി. ഞാൻ ഇവൻ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയാൻ വരികയാണെന്നാ വിചാരിച്ചേ. ഏയ് അങ്ങനെയൊന്നും ഇവൻ പറയില്ല. ഏട്ടൻ വാ, അവിടെ കൈ കഴുക. ഇവിടെ പുറത്തോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് അവള് ടെറസിലോട്ട് കയറിക്കോളൂ. ഒരു രാത്രി അവിടെ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവളെങ്ങനെ ഇന്ന് രാത്രി മുഴുവൻ അവിടെ കിടക്കുന്നേ? വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറ. ഇവിടെ ആകെ ഇത്ര മുറികളല്ലേ ഉള്ളൂ. വേറെ എവിടെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അമ്മയുടെയോ അമ്മാവന്റെയോ മുന്നിൽ ചെന്ന് ചാടും. ടെറഫാകുമ്പോ സേഫാ. ഞാനിവിടെ ഉണ്ട്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പ്രിയൻചേട്ടനാ വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അമ്മാവൻ ഉറങ്ങാൻ കുറെ വൈകി, അതാ ഞാൻ വരാൻ താമസിച്ചത്. അതൊന്നും സാരമില്ല. സോറി പാറു, നിന്നെ ഇങ്ങനെ ടെറസിൽ കിടത്തുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അമ്മാവന് വേണ്ടിയല്ലേ? അദ്ദേഹം ഇപ്പോ എന്റെയും കുടുംബത്തിന്റെ ഒരു ഭാഗമല്ലേ. മാത്രമല്ല എനിക്കിതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
എന്റെ നാട്ടില് ഇങ്ങനെ പുറത്തു കിടന്ന് എനിക്ക് നല്ല ശീലമുണ്ട്. പക്ഷേ അവിടെ ഇത്രയും കൊതുകില്ല. അതിനുള്ള പ്രതിവിധിയൊക്കെ എന്റെ കയ്യിലുണ്ട്.